ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തുദ്ദേശിച്ചാണ് നിങ്ങളുടെ റിലേഷനിൽ വന്നതെന്ന്. ഇൻറ്റൻഷൻസ് ഓഫ് യുവർ പേഴ്സൺ. നമശിവായ. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. കിങ് ഓഫ് കപ്സ്, ഓക്കെ. ഏസ് ഓഫ് വാൻഡ്സ്, 7 of Pentacles, 3 of Cups, okay. 8 of Pentacles, okay. 4 of Wands, 10 of Cups, Temperance, Queen of Wands, bottom of the deck. ഇൻറ്റൻഷൻസ് ഒന്നും മോശപ്പെട്ട ഇൻറ്റൻഷൻ ഒന്നും അല്ല. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം, നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അവർക്ക്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി. പക്ഷേ തൽക്കാലം ഒരു ആക്ഷൻ എടുക്കാൻ കുറച്ച് മടിച്ച് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്നേഹമുണ്ട്, സ്നേഹം ഒരുപാട് മനസ്സിലുണ്ട്. നിങ്ങളെ എന്നും സ്നേഹിക്കണം എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. ഏസ് ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങളുമായിട്ടൊരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞു കാണില്ല അവരുടെ സ്നേഹം. ഇത് 2 കാർഡും അങ്ങനെ തന്നെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. 7 of Pentacles വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ആ റിലേഷൻഷിപ്പിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇൻറ്റൻഷൻ തന്നെയാണ്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എല്ലാ രീതിയിലും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. 3 of Cups വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യണം എന്നും ചിലർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു പക്ഷേ ഈ പെർട്ടിക്കുലർ കാർഡിൽ കണക്റ്റ് ആയവർക്ക് നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഫീലിംഗ് ആയിരിക്കും. റൊമാൻറ്റിക് ഫീലിങ്ങിനേക്കാൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക. 8 of Pentacles വെച്ചിട്ട് അതവിടെ നിൽക്കട്ടെ, അത് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. 4 of Wands വെച്ചിട്ട് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. 10 of Cups വെച്ച് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ടെമ്പറൻസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. നല്ല ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് നിങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് അവർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ് എന്നും കാണുന്നു. ക്ലാരിഫൈ. 8 of Pentacles. നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങളുമായിട്ട് അവർക്കൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ട്. അവരുടെ ജോലി സംബന്ധമായോ നിങ്ങളുടെ ജോലി സംബന്ധമായോ കൂടുതലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നവരായിരിക്കും. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ ഇഷ്ടം നിങ്ങളോട് വെളിപ്പെടുത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ.